ഹായ്, നമസ്കാരം. എൻ്റെ പേര് വേണു. ഞാൻ യൂണിക് മാത്സിൽ നിന്നാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ കടകളിൽ പോകുമ്പോൾ നമുക്ക് എന്ത് ടൈപ്പ് മാറ്റുകളാണ് നമുക്ക് മേടിക്കാൻ പറ്റുന്നത്, നമ്മുടെ വീടുകൾക്ക് ഏത് ടൈപ്പ് മാറ്റുകളാണ് യൂസ് ആവുന്നത്, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ വീടുകളിൽ മെയിനായിട്ട് 4-5 ടൈപ്പ് മാറ്റുകളാണ് ഉപയോഗിക്കുന്നത്. 5 ടൈപ്പ് മാറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ബാത്റൂമിന്റെ ഫ്രണ്ടിൽ, 2 നമ്മൾ ബെഡ്റൂമിൽ, 3 ഔട്ട്സൈഡ് മെയിൻ എൻട്രൻസിൽ. അങ്ങനെ ആണ് 5 ടൈപ്പ് മാറ്റുകൾ നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. സാധാരണ രീതിയിൽ ഇപ്പൊ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ചാൽ മാറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഷോപ്പുകൾ പുതിയതായിട്ട് പല ചെറിയ ചെറിയ ടൗണുകളിലൊക്കെ വന്നിട്ടുണ്ട്. അവിടെ നോർമലിൽ വരുന്നത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സിന്തറ്റിക് മാറ്റുകൾ മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ, വിൽക്കുന്നുള്ളൂ. കാരണം അതാണ് അവർക്ക് ഈസിലി ആയിട്ട് അവൈലബിൾ. അല്ലെങ്കിൽ അവർ നാച്ചുറൽ ആയിട്ടുള്ള മാറ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാകുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിനൊക്കെ ലൈഫ് തീരെ കുറവാണ്. ഈ പ്ലാസ്റ്റിക് മാറ്റ് അല്ലെങ്കിൽ സിന്തറ്റിക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ വളരെ കുറച്ചാണ്. അതിന്റെ ഒരു വർഷത്തിൽ തന്നെ 3-4 പ്രാവശ്യം നമ്മൾ മാറി മേടിക്കേണ്ടി വരും. ആ സമയത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഈ കൊയർ ഫൈബറൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന മാറ്റുകളാണെങ്കിൽ നമ്മൾ ഒരെണ്ണം മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ അത് യൂസുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് ഒരു മാറ്റ് മതിയാ ഒരു വർഷത്തേക്ക്. അപ്പോഴത്തേക്ക് ആ ഒരു അത്രയും മിനിമം ആ ഒരു ലൈഫുണ്ട്. 1 to 1.5 1.5 വർഷമാണ് ഇതിന്റെ ഒരു ആയുസ് പറയുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഫൈബറിന്റെ മാറ്റുകൾ മാക്സിമം, നിങ്ങൾക്കറിയാം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ നമ്മളും വിചാരിച്ചു നമ്മളെ ഇത് ബാധിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെ. ഇപ്പൊ സാരമായ രീതിയിൽ നമ്മളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചിലരെയൊക്കെ നല്ല പോലെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റിസർവ് ഇരിക്കുന്ന പൈസയാണെങ്കിലും അല്ലെങ്കിൽ ഇതാണെങ്കിലും ഇനി കുറെ നാളും കൂടെ അത് ഈ യുദ്ധത്തിന്റെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. ഇലക്ഷനൊക്കെ കഴിയും തോറും ഇതിന്റെയൊക്കെ ആഘാതം നമ്മളെയും കൂടെ നല്ല രീതിയിൽ ബാധിക്കാൻ പോവാണ്. അപ്പോൾ വീട്ടിൽ മാക്സിമം സ്പെൻഡിങ് ഇത് കുറയ്ക്കുക. ഒരു വർഷത്തിൽ 2-3 മാറ്റുകൾ മേടിക്കണ, ഒരേ റിപ്പീറ്റ് മേടിക്കണം നല്ലത് നല്ലൊരു മാറ്റ് മേടിച്ചിടാൻ ശ്രമിക്കുക. ഒരുപാട് മാറ്റുകൾ മേടിക്കണേക്കാണ്ട് നല്ലത് നല്ല ക്വാളിറ്റിയുള്ള മാറ്റുകൾ, നല്ല കമ്പനികളുടെ നല്ല ക്വാളിറ്റിയുള്ള മാറ്റുകൾ മാത്രം മേടിച്ചിടാൻ ശ്രമിക്കുക. അതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഇനിയുള്ള കാലത്ത് വളരെ ശ്രദ്ധിച്ച് ജീവിച്ചില്ലെങ്കിൽ ഈ യുദ്ധത്തിന്റെയൊക്കെ കെടുതി എപ്പം മാറും എന്താന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ മാറ്റ് എവിടെ ഉപയോഗിക്കുന്ന മാറ്റുകളാണെങ്കിലും എന്ത് ടൈപ്പ് സംശയങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ബാത്റൂമിന്റെ ഫ്രണ്ടിലിടാൻ എന്ത് മാറ്റാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, അത് കുറെ കൂടി ഡ്യൂറബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. വീടിന്റെ അകത്ത് ഉപയോഗിക്കുന്ന മാറ്റുകൾ, ബെഡ്റൂമിന്റെ സൈഡിൽ, ബെഡിന്റെ സൈഡിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് മാറ്റുകൾ താഴ്ത്തിടുന്നത്, ഇതൊക്കെയാണെങ്കിൽ നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് അതിന്റെ കൺസൾട്ടേഷൻ തരാൻ തയ്യാറാണ്. നിങ്ങൾക്ക് നോക്കിയാൽ ഇത് കണ്ട നല്ല കൊയർ ഫൈബർ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ആന്റി സ്കിഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ തന്നെ കമ്പനി തന്നെ ഡയറക്റ്റായിട്ട് പ്രിന്റ് ചെയ്യുന്ന മാറ്റുകളാണ് ഇതെല്ലാം. അപ്പൊ താല്പര്യമുള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. താങ്ക് യു.